കുറ്റാരോപിതരായാലും ശിക്ഷിക്കപ്പെട്ടവരായാലും അവർക്ക് പഠനം നടത്തുന്നതിലോ പരീക്ഷ എഴുതുന്നതിലോ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥിതി. അത്തരത്തിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഒരു റിഫോർമേറ്റീവ് തിയറിയാണ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറ്റാരോപിതരായാലും ശിക്ഷിക്കപ്പെട്ടവരായാലും അവര് സമൂഹത്തിന് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വിധത്തിൽ അവർ റിഫോം ചെയ്തുകൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു പോയാലും അവർക്ക് പഠിക്കാനുള്ള അവസരം നൽകുകയും അവർക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം നൽകുകയും ഭാവിയിൽ ഈ ഇതിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നതിന് ശേഷം അവർക്ക് തൊഴിലെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിനുള്ള അവസരം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥിതി പ്രദാനം ചെയ്യുന്നത്. നമുക്ക് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ കുറ്റാരോപിതരാകുന്ന കുട്ടികളെ വിളിക്കുന്ന അവരെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അവരെ നമ്മൾ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ എന്നാണ് പറയുക. അവര് നിയമവുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന കുട്ടികളാണ്. അവരെ ഒരിക്കലും പ്രതി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ അവരെ പേര് വിവരങ്ങള് പുറത്തേക്ക് വിടാൻ പാടില്ലാത്തതാണ്. പേര് വിവരങ്ങൾ മാത്രമല്ല, ഐഡന്റിറ്റി, അവരുടെ വീട്, കുടുംബം, പശ്ചാത്തലം ഇതൊന്നും പുറത്തറിയാൻ പാടില്ലാത്തതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ തന്നെ ഇവരെ ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അവരുടെ പേര് വിവരങ്ങൾ ഭാവിയിൽ ഒരാൾക്കും ലഭിക്കാത്ത വിധത്തിൽ നശിപ്പിക്കപ്പെടണം എന്നുള്ളതാണ് നിയമം വ്യവസ്ഥിതി ചെയ്യുന്നത്.